Welcome to Speak English with Biju Francis. Fluency Secret 7. Adlib Answer Strategy. Adlib Question Strategyയിൽ ഇംഗ്ലീഷിൽ ചോദ്യങ്ങൾ ചോദിക്കുവാനുള്ള തന്ത്രങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. പലരുടെയും മനസ്സിൽ ഉണ്ടായേക്കാവുന്ന ഒരു സംശയമാണ്, ചോദ്യങ്ങൾ മാത്രം മതിയോ സംസാരത്തിൽ? ഉത്തരങ്ങളും പറയാൻ പഠിക്കേണ്ടേ? തീർച്ചയായും ഉത്തരം പറയുവാൻ പഠിക്കുമ്പോൾ അതിലെന്തെല്ലാം പഠിക്കണം? റൂൾ പ്രകാരം ഒരുപാട് സംഗതികളുണ്ടെങ്കിലും ടെൻസ് തന്നെയാണ് അതിൽ പ്രധാനം. ടെൻസ് എന്ന് കേൾക്കുമ്പോഴേ പലർക്കും ടെൻഷനാണ്. എന്നാൽ നിങ്ങൾ വളരെ സുഗമമായി ചോദ്യങ്ങൾ ചോദിക്കുവാൻ പഠിച്ചതുപോലെ തന്നെ ഇതും സാധ്യമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ പരിചയപ്പെട്ട നൂറുകണക്കിന് ആളുകളുടെ പേരും ജോലിയും സ്വഭാവ സവിശേഷതകളുമെല്ലാം നിങ്ങൾക്കറിയില്ലേ? അതുപോലെ തന്നെ ടെൻസ് കുടുംബത്തിലെ 3 അച്ഛന്മാരെയും അവരുടെ 4 മക്കളെയും കുറിച്ച് അറിഞ്ഞു വയ്ക്കുന്നത് ബഹുരസകരമായ കാര്യമാണ്. ടെൻസ് എന്നു പേരുള്ള ഒരു കാരണവർക്ക് 3 ആൺമക്കളുണ്ട്. പ്രസൻറ്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ എന്നാണ് അവരുടെ പേരുകൾ. എന്നാൽ കാരണവർ അവരെ എ, ബി, സി എന്നാണ് യഥാക്രമം വിളിക്കുന്നത്. പ്രസൻറ്റ് മോനെ എ എന്നും, പാസ്റ്റ് മോനെ ബി എന്നും, ഫ്യൂച്ചർ മോനെ സിയുമെന്നുമാണ് വിളിക്കുന്നത്. 90 വയസ്സ് പിന്നിട്ട ടെൻസ് കാരണവരുടെ 3 മക്കളും 60 വയസ്സ് പിന്നിട്ട പിഞ്ചോമനകളാണ്. ഇനി കാരണവരുടെ പേരക്കുട്ടികളെ പരിചയപ്പെടേണ്ടേ? സത്യത്തിൽ ഇപ്പോൾ ശരിക്കും നാട് ഭരിക്കുന്നത് ഈ പേരക്കുട്ടികളാണ്. ഓരോരുത്തർക്കും കഴിവും സ്വഭാവവും അനുസരിച്ച് അവകാശങ്ങളും ആനുകൂല്യങ്ങളും ചുമതലകളും വ്യത്യസ്തമായ രീതിയിലാണ് നൽകിയിരിക്കുന്നത്. ചിലർ ഈ തറവാട്ടിലെ പേരക്കുട്ടികളാണെങ്കിലും അവർ ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്തവരാണ്. എന്നാൽ ഇതിൽ ചിലർ ചക്രവർത്തിമാരുടെ പ്രഭാവമുള്ളവരുമുണ്ട്. 3 പേരുടെയും ആദ്യത്തെ മക്കൾക്ക് സിമ്പിൾ എന്നാണ് പേരിട്ടിരിക്കുന്നത്. ഇവർ 3 ഇംഗ്ലീഷ് ഭാഷയിൽ ശക്തരാണ്. പ്രത്യേകിച്ച് പ്രസൻറ്റിൻ്റെ മകൻ സിമ്പിൾ പ്രസൻറ്റ്. സിമ്പിൾ പാസ്റ്റും സിമ്പിൾ ഫ്യൂച്ചറും അത്ര മോശക്കാരുമൊന്നുമല്ല കേട്ടോ. ഒരു കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ, ഈ 3 മക്കൾക്ക് മാത്രമേ അവരുടെ പേര് അച്ഛന്മാരുടെ പേരിന് മുന്നിൽ വയ്ക്കുവാൻ അധികാരമുള്ളൂ. അങ്ങനെയാണ് സിമ്പിൾ പ്രസൻറ്റ്, സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ എന്ന പേരുകൾ പിറന്നത്. ഇനി രണ്ടാമത്തെ മക്കളെ പരിചയപ്പെടാം. ഈ 3 കണ്ടിന്യൂസ് എന്നാണ് വിളിക്കപ്പെടുന്നത്. ഇനിയുള്ള എല്ലാ മക്കളും ആദ്യം അച്ഛൻ്റെ പേര് പറഞ്ഞതിന് ശേഷമേ അവരുടെ പേര് പറയാവൂ. അങ്ങനെയെങ്കിൽ പ്രസൻറ്റിൻ്റെ രണ്ടാമത്തെ മകനെ പ്രസൻറ്റ് കണ്ടിന്യൂസ് എന്ന് വിളിക്കാം. പാസ്റ്റിൻ്റെ രണ്ടാമത്തവനെ പാസ്റ്റ് കണ്ടിന്യൂസ് എന്നും ഫ്യൂച്ചറിൻ്റെ രണ്ടാമനെ ഫ്യൂച്ചർ കണ്ടിന്യൂസ് എന്ന് വിളിക്കാം. ആദ്യത്തെ 2 മക്കൾക്കും ഒരു പൂർണ്ണത തോന്നാത്തത് കൊണ്ടായിരിക്കാം മൂന്നാമത്തെ സന്തതികൾക്കെല്ലാം പെർഫെക്റ്റ് എന്നാണ് പേരിട്ടിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ 3 പേരെയും പ്രസൻറ്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് എന്ന് യഥാക്രമം വിളിക്കാം. ഇനി ഈ കുടുംബത്തിലെ 4ാം നിരയെ പരിചയപ്പെടാം. ഇവർ 2ൻ്റെയും 3ൻ്റെയും സങ്കരവിത്തുകളാണ്. പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അച്ഛനമ്മമാരുടെ പേരുകൂടി വരുമ്പോൾ കൊമ്പനെ നെറ്റിപ്പട്ടം ചാർത്തിയ പ്രതീതിയാണ് ഇവരുടെ പേരുകൾക്ക്. പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. എന്താലേ! അങ്ങനെ പേരിടൽ ചടങ്ങ് കഴിഞ്ഞു. ഇനി ഈ 12 മഹാന്മാരെയും നമ്മുടെ വരുതിയിൽ നിർത്തുവാൻ ഒരു മൂക്ക് കയറിയിടുന്നത് നന്നായിരിക്കും. പുട്ടിംഗ് ദ നോസ് സ്ട്രിങ് സെറമണി. ഈ കുടുംബത്തെ പരിചയപ്പെടുത്തിയപ്പോൾ നമ്മൾ കാരണവരുടെ 3 ആൺമക്കൾക്ക് എ, ബി, സി എന്ന് പേര് കൊടുത്തതുപോലെ പേരക്കുട്ടികൾക്കും ചില നമ്പറുകൾ ഇട്ടുകൊടുക്കാം. സിമ്പിൾക്കാർക്കെല്ലാം 1 എന്ന നമ്പർ കൊടുക്കാം.
അപ്പോൾ സിമ്പിൾ പ്രസൻറ്റ് ഓർക്കുവാൻ അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ, അതായത് എയുടെ കൂടെ 1 കൂട്ടി പറയുക. അപ്പോൾ A1 എന്നാൽ സിമ്പിൾ പ്രസൻറ്റ്, B1 എന്നാൽ സിമ്പിൾ പാസ്റ്റ്, C1 സിമ്പിൾ ഫ്യൂച്ചർ. കണ്ടിന്യൂസ് കാർക്കെല്ലാം 2 എന്ന നമ്പർ നൽകാം. എങ്കിൽ A2 പ്രസൻറ്റ് കണ്ടിന്യൂസ്, B2 പാസ്റ്റ് കണ്ടിന്യൂസ്, C2 ഫ്യൂച്ചർ കണ്ടിന്യൂസ്. മൂന്നാമത്തവരായ പെർഫെക്റ്റുകാർക്ക് 3 എന്ന നമ്പർ നൽകിയാൽ അവരെയെല്ലാം A3 പ്രസൻറ്റ് പെർഫെക്റ്റ്, B3 പാസ്റ്റ് പെർഫെക്റ്റ്, C3 ഫ്യൂച്ചർ പെർഫെക്റ്റ് എന്നും വിളിക്കാം. നാലാമത്തെ കൂട്ടർക്ക് സ്വാഭാവികമായും 4 എന്ന നമ്പർ നൽകാം. A4 പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, B4 പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, C4 ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഈ കോഡ് ഭാഷ നന്നായി ഹൃദ്യസ്ഥമാക്കുക. അപ്പോൾ ടെൻസിനെ നമുക്ക് നമ്മുടെ കൈപ്പിടിയിൽ ഒതുക്കാൻ സാധിക്കും. C3 എന്ന് കേൾക്കുമ്പോൾ ഫ്യൂച്ചർ പെർഫെക്റ്റ് മനസ്സിൽ വരണം. A4 സ്റ്റാൻഡ്സ് ഫോർ എന്താണ്? A4 പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഇതുപോലെ ഓരോന്നും പറഞ്ഞ് പരിശീലിക്കുക. ഇപ്പോൾ ടെൻസ് എന്ന കുടുംബത്തിലെ അംഗങ്ങളെക്കുറിച്ച് ഒരു ധാരണ കിട്ടിയില്ലേ? ആരൊക്കെ ആരാണെന്ന് ഇപ്പോൾ മനസ്സിലായി. ഇനി അടുത്ത ക്ലാസ് മുതൽ ഇവന്മാർക്കൊക്കെ എന്താണ് ജോലിയെന്നും ഇവരെ കണ്ടാൽ എങ്ങനെയിരിക്കുമെന്നെല്ലാം നമുക്ക് വിശദമായി പഠിക്കാം. അതുവരെ ഒരു ചെറിയ ഇടവേള. സസ്നേഹം, ബിജു ഫ്രാൻസിസ്, യുവർ ഇംഗ്ലീഷ് ട്രെയിനർ.